ഹലോ ഗൈസ്, ഈ വീഡിയോന് എന്ത് ടൈറ്റിൽ ഇടണം എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഐ തോട്ട് ടു ഷെയർ ദിസ് വിത്ത് യു. കാരണം നിങ്ങളെൻ്റെ ദുബായിൽ വന്നിട്ടുള്ള ഫസ്റ്റ് വ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ദിസ് ഇയർ നിങ്ങൾക്കറിയാം വാട്ട് ഐ വെൻ ത്രൂ ആൻഡ് ആൾ. ബട്ട് അതിൽ കുറേ പേര് പറഞ്ഞു യു ആർ സോ സ്ട്രോങ് ആൻഡ് ദിസ് ആൻഡ് ദാറ്റ്. ഐ എം നോട്ട് ഡിനൈയിങ് ദ ഫാക്ട്. നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഫെയിലിയേഴ്സിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുക. കാരണം നമ്മൾ ഫെയിലായി നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ചുറ്റുമുള്ളവരുടെ റിയൽ ബിഹേവിയർ, നമ്മളെ ആരൊക്കെ കൂടെ ഉണ്ടാവും, ആരൊക്കെ കൂടെ ഉണ്ടാവില്ല, നമ്മൾ എവിടേക്കാണ് ഓവർ ഗീവ് ചെയ്തുകൊണ്ടിരുന്നത്, എവിടേക്കാണ് നമുക്ക് ബൗണ്ടറി ഇല്ലാത്തത്, എവിടേക്കാണ് നമ്മൾ ഓരോരുത്തരോട് പറഞ്ഞിട്ട് അവരെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ യു വിൽ ലേൺ എവറിത്തിങ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് യുവർ ലൈഫ്, ലൈക്ക് വെൻ യു ആർ ലിറ്ററലി ഹാവിങ് നത്തിങ്. പക്ഷേ ദ തിങ് ഇസ്, ആ സമയത്ത് ഇറ്റ് വിൽ ബ്രേക്ക് അസ് അ ലോട്ട്, ലൈക്ക് ലിറ്ററലി അ ലോട്ട്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം ആ ഒരു സിറ്റുവേഷനിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയണത് ആരും വിശ്വസിക്കില്ല എന്നല്ല, പക്ഷെ വിലക്കെടുക്കില്ല എന്ന് പറയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. മേ ബി നിങ്ങളത് കാണുമ്പോൾ യു മൈറ്റ് ബി ഗോയിങ് ത്രൂ ദാറ്റ് ആൻഡ് ഐ നോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇപ്പോൾ അതൊരു സൈഡ്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ once you get something and once you feel like you are stable or others feel like you are stable, പെട്ടെന്ന് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തിരിച്ചു വരും. ആൻഡ് ഈ ആൾക്കാരൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും ആസ് ഇഫ് നത്തിങ് ഹാപ്പൻഡ് ആൻഡ് യു ഗോട്ട് ഇറ്റ് ആൻഡ് ലൈക്ക് വെരി നോർമൽ. പക്ഷേ ഇതേ ആൾക്കാർ മുന്നത്തെ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ യു ക്യാൻ ലിറ്ററലി സീ ദ കോൺട്രാസ്റ്റ് ബിക്കോസ് ഐ ഹാവ് സീൻ ഇറ്റ്. ഐ ഹാവ് ലിറ്ററലി സീൻ ആൻഡ് ഫെൽറ്റ് ഇറ്റ്. ചിലവർ ഇൻസെക്യൂർഡ് ആവും, ചിലവർ ആക്ട് ലൈക്ക് നത്തിങ് ഹാപ്പൻ, ചിലവർ will pull back because they know they have fucked up. So that's the thing. Because പക്ഷേ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ വി ക്യാൻ ലിറ്ററലി അണ്ടർസ്റ്റാൻഡ് ഹൗ പീപ്പിൾ ആക്ച്വലി ആർ ആൻഡ് വി ക്യാൻ ബിഹേവ് ടു ദം അക്കോർഡിംഗ്ലി. പക്ഷേ എൻ്റെ ഒരു കേസിൽ ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർ വന്നിട്ട് വളരെ നോർമലായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര റൂഡാവാനായിട്ട് സത്യം പറഞ്ഞാൽ അറിയില്ല. ബട്ട് ഇൻറ്റേർണലി ഐ നോ this is what it was and this is how it is right now. So I think that is a very big realization point because നമ്മൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഒരു ബുദ്ധിമുട്ട് കൂടെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, അതാണ് ഇതാണ്. ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. മേ ബി ദാറ്റ്സ് ദ ട്രൂത്ത് ആൻഡ് വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് വി ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് എവറി ടൈം. നമ്മളെ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക് തോന്നുന്ന കുറേ ഡിസിഷൻസ് ഉണ്ടല്ലോ, ദിസ് മൈറ്റ് വർക്ക് ഫോർ മീ, ഗോ ആൻഡ് ഡു ഇറ്റ്. ബിക്കോസ് നമ്മൾ ഒന്നുമില്ലാണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് നമ്മളെ ബ്ലെയിം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ലൈക്ക് ഞാൻ എൻ്റെ പഴയ ജോലി വിട്ടു, അപ്പോൾ അതൊരു പൊട്ട ഡിസിഷൻ ആയിരുന്നു ആൻഡ് നീ ഒന്നും ചെയ്യുന്നില്ല ബിക്കോസ് മൈ യൂട്യൂബ് ഇസ് നോട്ട് ഗ്രോയിങ്. ദാറ്റ് ഡസ് മീൻ ദാറ്റ് നത്തിങ് ഈസ് ഹാപ്പനിങ്, യു ആർ ജസ്റ്റ് വേസ്റ്റിംഗ് യുവർ ടൈം ആൻഡ് യു ആർ ഡൂയിങ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്കിതൊന്ന് learning one, they will be like, okay, you should continue doing this. The same people will be saying both the dialogues, okay, and people will flip. We can't control that. പക്ഷേ the thing is, നമ്മൾ ആ സമയത്ത് have to be aware. It does not mean that once you cross that sea you should not be like very mean and rude, but you will become more aware. because എനിക്ക് തോന്നുന്നു ആ സ്റ്റേജിൽ ഞാൻ മീറ്റ് ചെയ്ത പീപ്പിളോ അല്ലെങ്കിൽ ആ സ്റ്റേജിൽ ഉണ്ടായ കുറേ കാര്യങ്ങൾക്കാണ് ഞാൻ ഇന്ന് തെറപ്പി എടുക്കുന്നത്. Not because I did not cross that, just because I got too much aware of what happened and how people was and how the same people are, you know. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്ത് എന്നാലും ഒന്നും ആർക്കും മനസ്സിലാവില്ല. മനസ്സിലാവണമെങ്കിൽ they should മനസ്സിലാവില്ല. നമ്മൾ പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും എല്ലാം മനസ്സിലാവണമെന്നില്ല. അതിനർത്ഥം നമ്മൾ പറയണ്ട എന്നൊന്നുമല്ല. പക്ഷേ we will know ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ലൈഫ്. നമ്മൾ പറഞ്ഞാൽ ആർക്ക് മനസ്സിലാവും, ആർക്കും മനസ്സിലാവില്ല. ആർക്ക് മനസ്സിലായാൽ അത് എന്ത് രീതിയിൽ മനസ്സിലാവും. ചിലവരത് ഒരു ഇതായിട്ട് ചെയ്യും. കാരണം ഇന്നും ആൾക്കാർ ട്രീറ്റ് മീ ലൈക്ക് യു ആർ വെരി വീക്ക് ഇൻ മൈ ഫാമിലി, ലിറ്ററലി. ബിക്കോസ് എൻ്റെ ഫാമിലീൻ്റെ അടുത്ത് വന്നാൽ ഐ എം എ വെരി വീക്ക് പേഴ്സൺ. കാരണം എനിക്ക് അവരുടെ ഫ്രണ്ടിൽ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കാറില്ല. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് മൈ പേരൻസ് ബട്ട് അതർ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി. സോ I'll just be like, okay, എനിക്കതറിയില്ല, ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഐ വിൽ മേക്ക് ഫൺ ഓഫ് മൈ സെൽഫ് സംടൈംസ്. ഞാൻ ഈ കാണുന്ന ഞാനല്ല ഇൻ റിയൽ ലൈഫ്, ഓക്കെ, ഈ കാണുന്ന ഞാനല്ല. നിങ്ങളിപ്പോൾ എന്നെ നേരിട്ട് വന്ന് കണ്ടാൽ ഐ മൈറ്റ് ബി മീൻ ഓർ ഐ മൈറ്റ് ബി വെരി വീക്ക് ആൻഡ് യു മൈറ്റ് തിങ്ക് ഈ കുട്ടീനെയാണോ
ഇൻ റിയാലിറ്റി സംസാരിക്കുന്നത് എന്നുള്ളത്. ബട്ട് ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. It's not because I'm not aware what you're saying. It's not because I'm not understanding what you're saying. It's not because that rude comment did not hit me. It did. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ പോളിസി എന്താണെന്ന് വെച്ചാൽ just pull myself back, and that's what I was talking to my therapist right now, that I am literally guarded just because the people who once I thought will stay forever just left just like that in that most vulnerable state. But that will teach you certain things that can make you go numb as well. അപ്പോൾ നമ്മൾ വി ഹാവ് ടു ബി അവെയർ ഓഫ് വാട്ട് ഹാപ്പൻഡ്. നമുക്കതില്ല, നമ്മളവർ സപ്പോർട്ട് ചെയ്യില്ല, അവർ എന്നിട്ട് it does not mean that you have to sit and cry and complain. You have to push back and go. കാരണം ഞാൻ കുറേ കാര്യങ്ങൾ പറയാനാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ പറയാറില്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ദൈവം, യൂണിവേഴ്സ്, പവർ എന്നൊക്കെ പറയുന്നത് സ്കൈ ആണ്. ഞാൻ എൻ്റെ ലൈഫിൽ എന്ത് വലിയ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഞാനത് ആകാശം നോക്കി സംസാരിച്ചിട്ടുള്ളതാണ്. ആൾക്കാർ പറയും നിനക്ക് നീ എന്തിനാ അങ്ങനെ ആകാശം നോക്കി നിൽക്കണേ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്രശ്നം, because it's coming from an area where nobody is there to listen. So at least that sky, somewhere is someone is there. I always talk to the sky, I always talk to the moon, and I don't know how. Maybe that's what my God is. ഞാൻ വിശ്വസിക്കുന്ന ദൈവം അതായിരിക്കാം. എനിക്ക് എന്ത് വിഷമം വന്നാലും സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ സ്കൈയിൽ നോക്കിയിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ മിററിൽ നോക്കി ഞാൻ എന്നോട് തന്നെ സംസാരിക്കും, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ഞാൻ എന്നോട് തന്നെ സംസാരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കുന്നത് സ്കൈനോട്. പക്ഷെ അങ്ങനെ നോക്കിയിരുന്ന് കരഞ്ഞ പല ഇൻസിഡൻസും ഉണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റൂമിൽ നിൽക്കും, ഇങ്ങനെ ഒരു കോട്ടൺ ഉണ്ടാവും, ഇതൊക്കെ ഞാൻ പണ്ട് എന്നോട് പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ. ആൻഡ് ബട്ട് സ്റ്റിൽ എവ്രിബഡി വാസ് ടെല്ലിങ് മീ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, നീ വെറുതെ ഇരിക്കുകയാണ്, റിജക്ഷൻ, അത് ഇത്. പക്ഷേ I was moving with just one gut feeling that I will go back. എങ്ങനെയാണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ഇന്നിപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ എവ്രിബഡി ഈസ് ഗെറ്റിംഗ് എ ജോബ് ഹിയർ, ഇറ്റ്സ് വെരി ഈസി. Maybe it is, but not for me. It was not easy. കാരണം ഇപ്പം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കരഞ്ഞതൊക്കെ ചുമ്മാ വെറുതെയാവും. അതറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ദിവസവും ആ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ, ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള സമയത്തൊക്കെ ഞാൻ ഓരോ നോട്ട്സ് എഴുതി എൻ്റെ ഫോണിൽ തന്നെ എഴുതി വയ്ക്കും. ആൻഡ് ഇപ്പം ഞാനത് വായിച്ചു നോക്കുമ്പോൾ what happened was for real. It was real that people were not there. It was real that when it got difficult, people pulled back. And when it got completely okay, they reappeared. And that's something which literally hits us, right? അപ്പോൾ എനിക്കതാണ് പറയാനുള്ളത് വേറെ ഒന്നുമില്ല. നിങ്ങളൊരു ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ പോവുകയാണെങ്കിൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങളുടെ കൂടെ ഇന്നവർ നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ ദേ ആർ നോട്ട് ഏബിൾ ടു ഹോൾഡ് യു. ഇറ്റ് ഡസ് നോട്ട് മീൻ ദേ ആർ ബാഡ്, ഇറ്റ് ഡസ് നോട്ട് ഈതർ മീൻ ദേ ആർ ഗുഡ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ്. ഓക്കെ, സോ യാ, ജസ്റ്റ് അത് പറയാൻ തോന്നി. ആൻഡ് yeah, take care. And I don't know what else to share right now. It's been pretty, challenging most of the time. Akshay, we are pushing through it and we are moving forward. And yeah, take care. I'll be back with another video very soon.